ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ അഖിലജു, മുതൽ ബാബിസ് ചർച്ച് കോതമംഗലം സഭാംഗമാണ്. ജേണി ത്രൂ ദി സാംസിൻ്റെ 39ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേഗഭാഗം സങ്കീർത്തനം 26:8 മുതൽ 12 വരെയാണ്. യഹോവ നിന്റെ ആലയമായ വാസസ്ഥലത്തിലും നിന്റെ മഹത്വത്തിന്റെ നിവാസത്തിലും എനിക്ക് പ്രിയമാകുന്നു. പാവികളോട് കൂടെ എൻ്റെ പ്രാണനെയും രക്തപാതന്മാരോട് കൂടെ എൻ്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ. അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്, അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു. ഞാനും നിന്നെ നിഷ്കളങ്കതയിൽ നടക്കും. എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു, സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് തലക്കെട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഏത് സന്ദർഭത്തിലാണ് എഴുതിയതെന്ന് നമുക്ക് വ്യക്തമല്ല. എങ്കിൽ രണ്ട് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ ഈ സങ്കീർത്തനങ്ങളിൽ വിശ്വസിക്കുന്നത്. ആദ്യമായി ദാവീദിനെ ശൗൽ കുറ്റപ്പെടുത്തിയ സന്ദർഭത്തിൽ രചിച്ചതാണെന്ന് വിശ്വസിക്കാം. അതുപോലെ തന്നെ ബാനിയും രേബാക്കും ചേർന്ന് വിശ്വഭാഷിതനെ ചതിച്ചു കൊന്ന കൊലപാതകത്തിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കാനും ഈ സങ്കീർത്തനം രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് ദൈവത്തോട് കൂടുതലായി അടുത്തു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു. ദൈവത്തെ ആരാധിക്കാനും ദൈവസന്നിധിയിൽ അടുത്തു വരുവാനുമുള്ള ഒരു ദാവീദിന്റെ വാഞ്ചയും ഈ സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നു. 8ാം വാക്യത്തിൽ യഹോവ നിന്റെ ആലയമായ വാസസ്ഥലത്തിലും നിന്റെ മഹത്വത്തിന്റെ നിവാസത്തിലും എനിക്ക് പ്രിയമാകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ദാവീദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പല സന്ദർഭങ്ങളിലും ദൈവിക സാന്നിധ്യം തനിക്ക് ജീവന്റെ രക്ഷയ്ക്കും കാരണമായി ദൈവം സുരക്ഷിതമായി ദാവീദിനെ നടത്തി പരിപാലിച്ചുവെന്ന് ദൈവം ദാവീദിനിവിടെ വ്യക്തമാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആലയമായ വാസസ്ഥലത്തിലേക്ക് കൂടുതലായി ആയിരിക്കുവാനും അവിടെ ദൈവത്തെ ആരാധിക്കുവാനും ദാവീദിന് കൂടുതലായി ആഗ്രഹം ഉണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ ആലയം എന്നത് ദൈവസഭയാണ്. അതുകൊണ്ട് തന്നെ സത്യ വിശ്വാസികളായ നാം എവിടെ കൂടെവരിയിലും ദൈവത്തിന്റെ ശുശ്രൂഷകളിലും ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രാധാന്യം ദാവീദ് തിരിച്ചറിഞ്ഞത് പോലെ നാമും തിരിച്ചറിഞ്ഞുകൊണ്ട് മഹത്വത്തിന്റെ നാമത്തെ നമ്മൾ വിശ്വസിച്ച് ദൈവത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. 9ാം 10ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാവീദിന്റെ കഴിഞ്ഞുപോയ ജീവിതം എന്താണെന്ന് ഈ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. പാപം നിറഞ്ഞൊരു ജീവിതമായിരുന്നു ദാവീദിന്റെ. പക്ഷെ ദാവീദ് അതിൽ നിന്നെല്ലാം വേർപെട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ചെന്ന് നമുക്ക് ഈ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അതിനാൽ ദാവീദ് നമ്മുടെ പാപത്തിൽ വീഴാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കണമെന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതിന്റെ 11ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാനോ നിഷ്കളങ്കതയിൽ നടക്കും. ഒരു കളങ്കമില്ലാത്തൊരു ജീവിതം നമുക്കിവിടെ ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കണമെന്ന് ദാവീദ് ഇവിടെ പറയുന്നു. അനീതിയുടെ ലാഭത്തിനെതിരെ ദാവീദ് ഇവിടെ ശബ്ദമുയർത്തുകയാണ് സങ്കീർത്തനത്തിൽ ഈ വാക്യങ്ങളിൽ പറയുന്നത്. ഒരു ജീവനുള്ള മത്സ്യത്തെ പോലെ ഒഴുക്കിനെതിരെ നീന്തുകയാണ് ദാവീദ്. നേരായ പാത മാത്രം ദാവീദ് തിരഞ്ഞെടുക്കുമെന്ന് ദാവീദ് ഈ വാക്യങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നേരായ മാർഗം മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക, ദൈവമക്കളായ നമ്മൾ നേരായ മാർഗം മാത്രം തിരഞ്ഞെടുക്കണമെന്ന് ദാവീദ് നമ്മളോട് പറയുകയാണ്. ഇവിടെ ദാവീദ് നിഷ്കളങ്കതയെ പറ്റി പറയുന്നു. ദൈവമക്കളായ നമുക്ക് ദൈവത്തിന്റെ കൃപ, ദൈവ നിഷ്കളങ്കത നമുക്ക് തന്നിരിക്കുന്നു. അത് നമ്മുടെ കഴിവ് കൊണ്ടോ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല. ആ ദൈവം നമുക്ക് ദൈവത്തിന്റെ കൃപ നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. അതിനാൽ ഈ വാക്യത്തിൽ ദാവീദ് ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായി നടക്കണമെന്ന തീരുമാനം എടുക്കുന്നത് പോലെ ദൈവമക്കളായ നാമും ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായി നടക്കുമെന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം. ഇതിന്റെ 12ാമത്തെ വാക്യത്തിൽ നമുക്ക് കടന്നു വരുമ്പോൾ എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു. നാം നിൽക്കുന്ന സമനിലം എന്നത് അത്യുന്നതന്റെ വിശിഷ്ടതയും മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങളുമാണ്. യുഗങ്ങളുടെ പാറയായ യേശുക്രിസ്തുവിന്മേൽ നിൽക്കുന്ന നാം വീണു പോകുമോ എന്നൊരു ചിന്ത ദൈവമക്കളായ നമുക്ക് ആവശ്യമില്ല. ദൈവസന്നിധിയിലാണ് നാം നിൽക്കുന്നത് എന്ന പൂർണ്ണ വിശ്വാസവും പൂർണ്ണ ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. അതിനാൽ നാം ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കാം. നാമത്വം മാറാട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രബോധനം അവസാനിപ്പിക്കുന്നു. ദൈവനാമം മാറാട്ടെ.